നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന് പരാതി. കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പൊന്നാനിയിൽ വീട്ടമ്മയെ പോലീസുകാർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഹൈക്കോടതിയുടെ സുപ്രധാന തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. SP സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. CI വിനോദിന്റെ ഹർജിയിലാണ് നടപടി. മലപ്പുറം മുൻ SP സുജിത് ദാസ്, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ പീഡിപ്പിച്ചെന്നും തിരൂർ മുൻ DYSP VV ബെന്നി എന്നിവർക്കെതിരെയുമായിരുന്നു യുവതിയുടെ പരാതി. ഇവർക്കെതിരെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. മജിസ്ട്രേറ്റിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. FIR രജിസ്റ്റർ ചെയ്യുവാൻ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. EP ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം, പിന്തുണച്ച K സുരേന്ദ്രൻ. EP ജയരാജന് പിന്തുണ അറിയിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. CPIM സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോവുകയാണ്. അതിന്റെ തെളിവാണ് EP ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ. പിണറായി വിജയന്റെ കുടുംബാധിപത്യമാണ് പാർട്ടിയിൽ. മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രിയെന്നും K സുരേന്ദ്രൻ വിമർശിച്ചു. EP ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. നേതാവാണ് അദ്ദേഹം. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. EPയോട് പിണറായിയും പാർട്ടിയും കാണിച്ചത് നീതി നിഷേധമാണ്. ജാവേദ്കറെ കണ്ടത് വലിയ നീതി നിഷേധമായി പറയുകയാണ്. ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് K സുരേന്ദ്രൻ ചോദിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. EP പച്ചയായ ഒരു മനുഷ്യൻ. പുസ്തകം പുറത്തു വന്നാലേ കാര്യങ്ങൾ വ്യക്തമാകൂ, P സരിൻ. EP ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങളിൽ പ്രതികരണവുമായി പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ. പുറത്തുവന്ന പ്രസ്താവനകൾ EP ജയരാജൻ നിഷേധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും P സരിൻ പറയുന്നു. പുസ്തകം പുറത്തു വന്നാലേ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് P സരിൻ പറഞ്ഞു. EP ജയരാജൻ പച്ചയായ ഒരു മനുഷ്യനാണ്. EP വിഷയം ചർച്ചയാക്കണമെന്നുണ്ടെങ്കിൽ ചർച്ചയാക്കിക്കൊള്ളുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തിയുണ്ടെന്നാണ് EPയുടെ ആത്മകഥയിൽ പറയുന്നത്. ബുൾഡോസർ രാജ് വേണ്ട, പ്രതികളുടെ വീട് പൊളിക്കരുതെന്ന് സുപ്രീം കോടതി. ബുൾഡോസർ രാജിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേസിൽ പ്രതിയായാൽ വീടുകൾ പൊളിക്കരുതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. കുറ്റാരോപിതരുടെ വീട് പൊളിക്കുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് കൂടി നൽകുന്ന ശിക്ഷയാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വീട് നിൽക്കുന്ന സ്ഥലം അനധികൃതമെങ്കിൽ നോട്ടീസ് നൽകാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് T-ഷർട്ട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. ന്യൂനമർദ്ദനം രൂപപ്പെട്ടതിന് പിന്നാലെ കേന്ദ്ര കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ മഴ ശക്തമാകും, 5 ജില്ലകളിൽ യെല്ലോ. സംസ്ഥാനത്ത് തുലാവർഷം ഇന്നു മുതൽ ശക്തമായേക്കുമെന്ന് സൂചന. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇന്നു മുതൽ 16-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതുപ്രകാരം ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം,
പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലുമടക്കം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്ക് ഇനി സ്വാമി ചാറ്റ് ബോട്ട് സഹായവും. വിവരങ്ങളെല്ലാം AI വഴി കിട്ടും, അതും 6 ഭാഷകളിൽ. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന അനുഭവം വർദ്ധിപ്പിക്കുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ സ്വാമി ചാറ്റ് ബോട്ട് വരുന്നു. പുതിയ AI അസിസ്റ്റന്റിന്റെ ലോഗോ അനാവരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ് ബോട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ തുടങ്ങി 6 ഭാഷകളിൽ സമഗ്ര സേവനം ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. തുറക്കൽ, പൂജാസമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് സ്വാമി ചാറ്റ് ബോട്ടിലൂടെ ലഭ്യമാകും. പോലീസ്, വനം വകുപ്പ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്ന സ്വാമി ചാറ്റ് ബോട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടനാനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്താനാകും. ആധുനിക ചാറ്റ് ബോട്ട് സംവിധാനത്തിന്റെ പ്രവർത്തനത്തിലൂടെ ശബരിമല യാത്ര കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കി സേവനങ്ങൾ ഭക്തർക്ക് എത്രയും വേഗം എത്തിക്കാനാവുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. കട്ടപ്പുകയല്ലാതെ ഒന്നും കാണാത്ത സ്ഥിതി. കാഴ്ചാപരിധി 0 ചുരുങ്ങി പ്രതിസന്ധിയിൽ ദില്ലി വിമാനത്താവളം. ഉത്തരേന്ത്യയിൽ കൊടും ശൈത്യത്തെ തുടർന്ന് കാഴ്ചാപരിധി 0 ചുരുങ്ങിയതോടെ ദില്ലി വിമാനത്താവളത്തിൽ പ്രതിസന്ധി. ദില്ലിയിൽ നിന്നുള്ള ഒരു വിമാനം റദ്ദാക്കി. 10 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. നിരവധി വിമാനങ്ങൾ വൈകി. മേഖലയിൽ നിലവിൽ കാഴ്ചാപരിധി 50 മീറ്റർ മാത്രമാണ്. ദില്ലിയിൽ കുറഞ്ഞ താപനില 24 മണിക്കൂറിനിടെ 17 ഡിഗ്രി വരെ താഴ്ന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല വിമാനത്താവളങ്ങളിലും കാഴ്ചാപരിധി ചുരുങ്ങിയിട്ടുണ്ട്. ഇന്ന് ദില്ലിയിൽ രേഖപ്പെടുത്തിയ വായുമലിനീകരണ തോത് ശരാശരി 361 എന്ന് വളരെ മോശം അവസ്ഥയിലാണ്. PV അൻവറിനെതിരെ കേസെടുക്കുവാൻ കോടതി അനുമതി തേടി ചേലക്കര പോലീസ്. നിലമ്പൂർ MLA PV അൻവറിനെതിരെ കേസെടുക്കുവാൻ കോടതിയുടെ അനുമതി തേടി ചേലക്കര പോലീസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. PV അൻവറിനെതിരെ കേസെടുക്കുവാൻ തൃശൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ കേസെടുക്കും. വാർത്താസമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ച് PV അൻവർ വാർത്താസമ്മേളനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.